ഇന്നത്തെ എൻ്റെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കണ്ടാലോ ഗൈസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അറിയുമ്പോൾ നമ്മളെ മക്കൾസൊക്കെ ഒന്ന് വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. നമ്മളുണ്ടാകുമ്പോഴല്ലേ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല. 4 മണിക്കൊരു ജസ്റ്റ് ഒരു ചായക്കടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ഈ 4 മണിക്കടിയൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഈ എന്താ പറയുക, ഈ എണ്ണ ഇങ്ങനെ വെറുതെ വെള്ളയ്ക്ക് ആക്കണ്ടല്ലോ. അപ്പോൾ അത് ആക്കാതിരിക്കണതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അധികം ഉണ്ടാക്കലില്ല കേട്ടോ. പിന്നെ ബേക്കറിയോ ഒന്നും സത്യം പറയുകയാണെങ്കിൽ ഇതൊന്നും നല്ലതല്ലല്ലോ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടേ. പിന്നെ അരിക്കടി എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ. മോൾക്ക് അങ്ങനെ ഒന്നും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ സുട്ടൂനാണ് കേട്ടോ. സുട്ടൂന് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ, എണ്ണക്കടി അല്ലാത്തൊക്കെ. അങ്ങനെയാണ് സാധാ ചെയ്യൽ. ഇപ്പം ഇന്ന് കാക്കുണ്ട് വീട്ടിൽ. അപ്പോൾ ഞാനിതാ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു പൂവട എണ്ണിട്ട് ഉണ്ടാക്കുന്നത്. പൂവട പൊരിക്കണാണ്, എണ്ണയിലിട്ട് പൊരിക്കണേ. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ആവിക്ക് വേവിക്കലല്ല, ശർക്കരയൊക്കെ ഇട്ടത്. ഞാൻ അങ്ങനെയല്ല, പഞ്ചസാരയും നാളികേരമൊക്കെ ഇട്ടുങ്ങാണ്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കണ പോലെ അല്ല കേട്ടോ. മൈദപ്പൊടിയും കൂടി മിക്സാക്കി ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് നമ്മളെ പണി എന്താ പറയുക 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി തീർന്നു കേട്ടോ. പിന്നെ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റും. കാരണം മൈദപ്പൊടി കൂട്ടിയോണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി മാത്രമാകുമ്പം ഇത്ര ടേസ്റ്റ് കിട്ടൂല. മൈദ കൂട്ടിയോണ്ടാണ് ഇത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കൊണ്ട് മക്കൾക്ക് പെട്ടെന്ന് സ്കൂളിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ. മക്കൾ സ്കൂളിൽ വരുമ്പോൾ ചായക്കടി ഇല്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. എണ്ണക്കടിയൊക്കെ പറ്റുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തൊക്കെ ഇടയ്ക്കൊക്കെ. എന്നും ആയത് വെറുപ്പാവും കേട്ടോ. പിന്നെ അന്ന് എനിക്ക് ചോറൊക്കെ കുറവായിരുന്നു കേട്ടോ. രാത്രിക്കൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ചോറ് കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല. അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിൽ. അപ്പം ഇന്ന് എന്താ പറയുക, ഇടയ്ക്ക് കഞ്ഞിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കഞ്ഞിയൊന്നും ആർക്കൊന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പുറത്തുനിന്ന് കൊണ്ടുവരിക അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചോറാക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് അരി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചക്ക്. അപ്പം വൈകുന്നേരം കുറച്ച് ചോറ് വെക്കണ്ടേനു. അപ്പോൾ കുറച്ച് അരി ചോറ് വെക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മീൻ വാങ്ങിയിരുന്നു. അപ്പം മീൻ കൊണ്ട് കറിയും വെക്കുന്നുണ്ട്, കുറച്ച് ഫ്രൈ ആക്കണം. അതൊക്കെയാണ് നമ്മൾ രാത്രിക്കൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് കുറവായത് കാരണം എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ. കുറവെന്ന് പറയുമ്പോൾ ഉച്ചക്ക് കണക്കാക്കി മാത്രം വെച്ചതാണ്, ബാക്കി ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നേരം എനിക്ക് ഈ പണീനെടുക്കേണ്ടി വന്നത്. പിന്നെ മഴയൊക്കെ ആകുമ്പം എന്താണെങ്കിലും നമുക്ക് ചൂടോടെ കഴിക്കലും നല്ലത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻ വാങ്ങിച്ചത് കണമീനേനും. അത് കഷ്ണം വെട്ടിങ്ങാണ്ട് തന്നെയാണ് കൊടുന്നത്. അതുകൊണ്ട് എനിക്ക് തന്നെ വെട്ടേണ്ടി അതൊന്നും വന്നില്ല. വെട്ടി വാങ്ങിയോണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ കുറച്ച് കറി വെക്കുകയാണ്. അധികമൊന്നും ഞങ്ങൾ മീൻ വാങ്ങലില്ല കേട്ടോ. കുറേ അതിന് മീൻ വാങ്ങിയിട്ട് എന്താ പറയുക, കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഈ അയിലക്കണ്ണിയുടെ മീൻ വാങ്ങിയിട്ട് ആർക്കും അത്ര ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ അല്ലെങ്കിൽ തന്നെ വാങ്ങലില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ വാങ്ങൽ. അതുകൊണ്ട് തന്നെ ആർക്കും മീനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മക്കൾ പിന്നെ ഏതായാലും കഴിക്കൂലല്ലോ. ഞാനും കാക്കും പിന്നെ കഴിക്കുള്ളൂ വാങ്ങിയ. അപ്പോൾ കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാനത് കറി വെക്കുകയാണ്. മീൻ കണ്ടപ്പോൾ തന്നെ കാക്കു പറഞ്ഞിട്ട് കറി വെക്കണ്ട, ഫ്രൈ ആക്കിയാൽ മതി. അപ്പം എന്താ പറയുക, കുറച്ച് കറി ആക്കിയിട്ടോ. കാരണം രാവിലെ നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ മീൻ കറി ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ സാധാ അപ്പോൾ രാവിലെ ചൂടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കറി കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാക്കി രാവിലേക്കൊക്കെ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലപ്പൊടിയും അതുപോലെ ഉള്ളി ഇങ്ങനത്തെ ഇതൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ കറി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൊടികളൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടോ. പിന്നെ കാക്കുവിന് ഫ്രൈ ആക്കി കൊടുക്കണം, പപ്പടം പൊരിക്കണം. ഇതൊക്കെ ഇപ്പോൾ രാത്രിക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ.
കിച്ചണത്തെ പണി ഒരു 5:30 കഴിഞ്ഞിരുന്നു കേട്ടോ. കാരണം എന്താ ഞാനിങ്ങനെ മടിച്ചുക്കും. പിന്നെ ഉണ്ടാക്കി എന്താ മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ കിച്ചണിലാണ് എന്താ ഇടയ്ക്ക് വരലുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടല്ല മഗ്‌രിബിൻ്റെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയിരുന്നു. കാരണം നമുക്ക് ഈ ഓതാനും ഒന്നിനും ഒരു സമയം കിട്ടുമല്ലോ സുട്ടൂനെ പഠിപ്പിക്കാൻ. അപ്പോൾ അത് കാരണം ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് മുറ്റടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഈ പ്ലാവിൻ്റെ ഇല ഒരുപാട് ചാടിയിരുന്ന മഴ കൊണ്ട് ചീഞ്ഞ് കിടക്കേനു അത്. പിന്നെ 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ മുറ്റടിക്കൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് നിറഞ്ഞീനു. പിന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ അത് എന്താ അടിച്ച് വാരിയിട്ട് നല്ല രാവിലേക്കൊക്കെ നല്ല പണി എളുപ്പമാവും, കാണാനും നല്ല വൃത്തിയല്ലേ. അത് കാരണം ഞാൻ എന്താ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വൃത്തിയാക്കിയിടുകയാണ്. അപ്പോൾ ഏതായാലും ചൂലെടുത്തില്ലെന്ന് കരുതി ഞാൻ മുറ്റം ഫുൾ അടിച്ചു വരും കേട്ടോ. അങ്ങനെ ഈ പണിയും ഒരുങ്ങി രാവിലെ ഇൻഷാ അല്ലാഹ് ഈ പണി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നാളെ കാണാം.